ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ 2019-20 ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആനുവൽ എക്സാമിൻ്റേതാണ്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മോഡൽ ക്വസ്റ്റ്യന്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റോറി തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനായിരുന്നു. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫസ്റ്റ് ഒരു സ്റ്റോറി തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് സ്റ്റോറി ഒന്ന് നോക്കാം. എ സാൾട്ട് സെല്ലർ യൂസ്ഡ് ഹിസ് ഡോങ്കി ടു ക്യാരി ദ സാൾട്ട് ബാഗ് ടു ദി മാർക്കറ്റ് എവറി ഡേ. ഒരു സാൾട്ട് സെല്ലർ, ഉപ്പ് കച്ചവടക്കാരൻ, അദ്ദേഹത്തിൻ്റെ കഴുതയെ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? സാൾട്ട് ബാഗ് എന്നും മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അത് ചുമക്കുന്നത് ഈ കഴുതയായിരുന്നു. ഓൺ ദി വേ ദേ ഹാഡ് ടു ക്രോസ് എ സ്ട്രീം. പോകുന്ന വഴിയിൽ ഒരു അരുവി കടന്നിട്ട് വേണം അവർക്ക് പോകാൻ. വൺ ഡേ ദ ഡോങ്കി സഡൻലി ടംബിൾ ഡൗൺ ദ സ്ട്രീം ആൻഡ് ദ സാൾട്ട് ബാഗ് ആൾസോ ഫെൽ ഇൻ ദി വാട്ടർ. ഒരു ദിവസം പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചു? ടംബിൾഡ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ഫാളൻ, വീണു എന്നുള്ള അർത്ഥമാണ്. ഡൗൺ, താഴോട്ട് വീണു. ദ സ്ട്രീമിൽ. അതുപോലെ എന്ത് സംഭവിച്ചു? സാൾട്ട് ബാഗും വാട്ടറിലേക്ക് വീണു. The salt got dissolved in the water and hence the bag became very light to carry. The donkey was happy. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഉപ്പ് മുഴുവൻ അരുവിയിൽ, വെള്ളത്തിൽ അലിഞ്ഞു പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചുമക്കുന്ന ബാഗിന് വളരെ കനം കുറഞ്ഞു. അപ്പോൾ ഡോങ്കിക്ക് എന്തായി? വളരെ സന്തോഷമായി. ഈ വെയിറ്റ് കുറഞ്ഞല്ലോ. Then the donkey started to play the same trick again and again. അപ്പോൾ വീണ്ടും ഈ ട്രിക്ക് തന്നെ ഡോങ്കി ഉപയോഗിക്കാൻ തുടങ്ങി. അരുവിൻ്റെ അടുത്തെത്തുമ്പം ഡോങ്കി വീഴും. അപ്പോൾ സാൾട്ട് മൊത്തം വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആകും. പിന്നെ ബാഗിന് വെയിറ്റ് കുറയും. ദ സാൾട്ട് സെല്ലർ റിയലൈസ്ഡ് ദ ട്രിക്ക് ആൻഡ് ഡിസൈഡഡ് ടു ടീച്ച് ഹിം എ ലെസൺ. സാൾട്ട് സെല്ലറിന് ഈ ട്രിക്ക് തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഇവനൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ദ നെക്സ്റ്റ് ഡേ ഹി ലോഡഡ് ദ ബാഗ് വിത്ത് കോട്ടൺ. അടുത്ത ദിവസം ഈ ബാഗ് ഫുള്ള് കോട്ടൺ വെച്ചു. ദ ഡോങ്കി പ്ലേഡ് ദ സെയിം ട്രിക്ക്. ഡോങ്കി എന്ത് ചെയ്തു? സെയിം ട്രിക്ക് പ്ലേ ചെയ്തു. ദിസ് ടൈം ദ കോട്ടൺ ഗോട്ട് വെറ്റ് ആൻഡ് ദ ബാഗ് ബിക്കെയിം വെരി വെരി ഹെവി ടു ക്യാരി. അപ്പോൾ കോട്ടൺ പഞ്ഞി നിറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് നനഞ്ഞപ്പം അതിന് വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ദ ഡോങ്കി ലേൺഡ് എ ലെസൺ. കഴുത ഒരു പാഠം പഠിച്ചു. ഇറ്റ് ഡിഡിൻറ്റ് പ്ലേ ദ ട്രിക്ക് എനിമോർ ആൻഡ് ദ സെല്ലർ ബിക്കെയിം ഹാപ്പി. പിന്നീട് ഒരിക്കലും ഈ ട്രിക്ക് ഡോങ്കി എടുത്തിട്ടില്ല. സെല്ലർ ഹാപ്പിയായി. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. അപ്പോൾ ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ, അപ്പോൾ എന്ത് കൊടുക്കാം? സിമ്പിളായിട്ട് ദ സാൾട്ട് സെല്ലർ ആൻഡ് ദ ഡോങ്കി എന്ന് കൊടുക്കാം, അല്ലേ? സാൾട്ട് സെല്ലറും ഡോങ്കിയുമാണ് ഇതിൻ്റെ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ദ വൈസ് സാൾട്ട് സെല്ലർ, ബുദ്ധിമാനായ സാൾട്ട് സെല്ലർ എന്ന് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് എ സ്മോൾ നാരോ റിവർ. ചെറിയ ഒരു നാരോ റിവർ എന്ന അർത്ഥം വരുന്ന ഏത് വേർഡാണ് ഇതിലുള്ളത്? സ്ട്രീമാണല്ലേ. ചെറിയ നാരോ റിവറിനാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രീം എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ സാൾട്ട് ബാഗ് വെൻ ഇറ്റ് ഫെൽ ഇൻ ടു ദി വാട്ടർ. വെള്ളത്തിൽ വീണപ്പോൾ സാൾട്ട് ബാഗിന് എന്താണ് സംഭവിച്ചത്? ദ സാൾട്ട് ഗോട്ട് ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ ആൻഡ് ഹെൻസ് ദ ബാഗ് ബിക്കെയിം വെരി ലൈറ്റ് ടു ക്യാരി. സാൾട്ട് മുഴുവൻ വാട്ടറിൽ ഡിസോൾവ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ബാഗിൻ്റെ കനം കുറഞ്ഞു. The word light is familiar to you, but in the story it has a different meaning. What is it? ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ലൈറ്റ് ഇടുക എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ലൈറ്റ് എന്നുള്ള മീനിങ് എന്താണ്? ലൈറ്റ് ടു ക്യാരി, ലൈറ്റ് വെയ്റ്റ്, തീരെ വെയ്റ്റ്ലെസ് അല്ലെങ്കിൽ സ്മോൾ വെയ്റ്റ്, ചെറിയ കനം എന്നൊക്കെയാണ് ഇവിടെയുള്ള അർത്ഥം വരുന്നത്. Why did the seller fill ദ ബാഗ് വിത്ത് കോട്ടൺ. എന്തുകൊണ്ടാണ് ബാഗിൽ കോട്ടൺ വെച്ച് നിറച്ചത്? കാരണം എന്താണ്? വെൻ കോട്ടൺ ബിക്കെയിം വെറ്റ്, ദ കോട്ടൺ ഗോട്ട് വെറ്റ് ആൻഡ് ദ ബാഗ് ബിക്കം
വെരി ഹെവി ടു ക്യാരി. എന്താണ് സംഭവിക്കുക? കോട്ടൺ നനഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പം കഴുതേനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് എന്ത് ചെയ്തത്? ഹി വാണ്ട്സ് ടു ടീച്ച് എ ലെസൺ ടു ദ ഡോങ്കി. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്, ലെറ്റർ റൈറ്റിംഗ്. ഡോണ്ട് യു റിമെമ്പർ ദ ബോയ് വിത്ത് എ റെഡ് ബലൂൺ ഇൻ ദി ലെസൺ, ദ ബോയ് ആൻഡ് ദ ബലൂൺ? ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയല്ലേ? ദ ബോയ് വിത്ത് എ റെഡ് ബലൂൺ, ദ ബോയ് ആൻഡ് ദ ബലൂൺ. ആ ബലൂണിൻ്റെ, ആ വലിയൊരു ബലൂണിൻ്റെ, നിങ്ങളതിൻ്റെ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ടെലിഫിലിം കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ദ ബോയ് വാണ്ടഡ് ടു കീപ് ഹിസ് ബലൂൺ സേഫ്. ബോയ്ക്ക് എന്ത് വേണമായിരുന്നു? ആ ബലൂൺ സേഫായിട്ട് സൂക്ഷിക്കണമായിരുന്നു. സോ ഹി റിക്വസ്റ്റഡ് ദ സ്വീപ്പർ ടു കീപ് ദ ബലൂൺ. അതുകൊണ്ട് അദ്ദേഹം ആ സ്വീപ്പറിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്തു ആ ബലൂൺ ഒന്ന് സൂക്ഷിക്കാൻ. ഹി കെപ്റ്റ് ദ ബലൂൺ ഡ്യൂറിങ് ദ ക്ലാസ് ആൻഡ് റിട്ടേൺ ഇറ്റ് സേഫ്ലി. ആ ക്ലാസ്സിൻ്റെ സമയത്ത് അദ്ദേഹം സൂക്ഷിക്കുകയും തിരിച്ചു പോകുമ്പോൾ സേഫായിട്ട് റിട്ടേൺ ചെയ്യുകയും ചെയ്തു. ദസ് ദ സ്വീപ്പർ ബിക്കെയിം ഹിസ് ഫ്രണ്ട്. അങ്ങനെ സ്വീപ്പർ അവൻ്റെ ഫ്രണ്ടായി മാറി. ദ ബോയ് ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് പാ ടെല്ലിങ് അബൌട്ട് ഹിസ് ന്യൂ ഫ്രണ്ട്. ഈ ന്യൂ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഗ്രാൻഡ് പയ്ക്ക് ആ ബോയ് ഒരു ലെറ്റർ എഴുതുന്നു. അതെന്തായിരിക്കും? അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സെയിം ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ്മക്ക് എഴുതുന്നതായിരുന്നു, ഇത് ഗ്രാൻഡ്പക്ക് എഴുതുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കണം. സെയിം തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ലെറ്റർ എഴുതി നോക്കുക. എന്തായിരിക്കും അവന് ഫ്രണ്ട് കിട്ടിയത്? ഞാനൊരു ഹാപ്പി ന്യൂസ് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ റൈറ്റ് ചെയ്യുന്നത്. അത് ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട്. ആരാണെന്നും എങ്ങനെയാണ് കിട്ടിയതെന്നും ബലൂണിൻ്റെതും ഒക്കെ നിങ്ങൾക്കതിൽ മെൻഷൻ ചെയ്യാം. അടുത്ത ആക്ടിവിറ്റി പ്രൊഫൈൽ എഴുതാനാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അനിത നായർ, ഓതർ അല്ലേ? ഓതർ ആണ് അനിത നായർ. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ്സും ഫാമിലിയും എഡ്യൂക്കേഷനും വെൽ നോൺ വർക്ക്സും, അതായത് അവരുടെ കൃതികളും ബർത്ത് ഡേറ്റും പ്ലേസും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഷൊർണൂർ, കേരളയിലെ ഷൊർണൂറാണ് ജനിച്ചതെന്നും ഡേറ്റൊക്കെ തന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ട് ഓർഡർ ആക്കിയിട്ട് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജീവചരിത്രക്കുറിപ്പ്. അത് എളുപ്പമാണല്ലേ? അത് നന്നായിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് ആരാണെന്നും അനിത നായർ ആരാണെന്നും അവരുടെ ബർത്തും ഡേറ്റും ഒക്കെ എഴുതുക. പിന്നെ കോളേജിലെ എഡ്യൂക്കേഷനെ കുറിച്ച് എഴുതുക. പിന്നെ ഫാമിലിയെക്കുറിച്ച് എഴുതുക. അച്ചീവ്മെൻറ്റ്സ് എഴുതുക. വെൽ നോൺ വർക്ക്സ് എഴുതുക. ആക്ടിവിറ്റി 4 വരുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ദ ബോയ് കംസ് ഡൗൺ എ flight of steps. There is a black dog in the bottom of the steps, which started barking as it sees the balloon following the boy. The dog leaps up and tries to catch it. The just manages balloon to escape. നിങ്ങളുടെ പോർഷനിലുള്ള തന്ന തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റോറി. ദ ബോയ് ആൻഡ് ദ ബലൂണിലുള്ള ഭാഗം തന്നെയാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുക. ഇതിലുള്ള മിസ്റ്റേക്സ് നിങ്ങൾ തന്നെ കണ്ടെത്തുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഇതിലെ മിസ്റ്റേക്ക് സ്വയം കണ്ടെത്തിയാൽ നിങ്ങളതൊരിക്കലും മറക്കില്ല. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടെത്തുക. ആ ഇൻസിഡൻറ്റ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ ഒരു കുട്ടി ഈ ബലൂണും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു നായക്കുട്ടി ഇത് കാണുകയും ആ സ്റ്റെപ്പിൻ്റെ അടിയിൽ നിന്ന് അത് കുരയ്ക്കുകയും ഇത് ചാടി പിടിക്കാൻ നോക്കുകയും, പക്ഷെ ആ ബലൂണ് കിട്ടിയോ ഇല്ല. ആ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? അതാണ് കേട്ടോ. ഇനി ആക്ടിവിറ്റി 5 ഡയറി എഴുതാനാണ്. Robertino was happy again when he realized that his grandfather was loved and cared by his parents. After supper, Robertino started to write his diary. ഇപ്പോൾ റോബർട്ടിനോ എന്തായി? വീണ്ടും സന്തോഷവാനായി. അവൻ്റെ പാരൻസ് ഗ്രാൻഡ് ഫാദറിനെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവന് ഹാപ്പിയായി. അപ്പോൾ അവൻ്റെ അന്നത്തെ ഡയറി എഴുതി. അപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞതിൽ ആരുടെ തോട്ട്സ് അതിന് എഴുതാനുണ്ടായിരുന്നത്? ഗ്രാൻഡ് പേൻ്റെ. നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാൻഡ് പേയുടെ തോട്ട്സ് ആയിരുന്നു എഴുതാൻ പറഞ്ഞത്. ആ കപ്പ് പൊട്ടിച്ച സമയത്ത് അവൻ്റെ അമ്മ സ്കോൾഡഡ് ഹിം, വഴക്ക് പറഞ്ഞു.
അപ്പോൾ അന്നത്തെ തോട്ട്സ്. അപ്പോൾ ഇത് നേരെ തിരിച്ച് ഡയറി എഴുതാനോ അല്ലെങ്കിൽ തോട്ട്സ് എഴുതാനോ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ റോബർട്ടിനോ ടുഡേ ഐ ആം സോ ഹാപ്പി, ടുഡേ ഐ ആം സോ ഹാപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ റിയലൈസ്ഡ് ദാറ്റ് മൈ പാരൻസ് വേർ എന്താ തിരിച്ചറിഞ്ഞത്? പാരൻസ് വേർ ലവിങ് ആൻഡ് കെയറിങ് മൈ ഗ്രാൻഡ് ഫാദർ. ഇറ്റ്സ് സോ വെരി ജോയ്ഫുൾ മൊമെൻറ്റ്. എനിക്ക് നല്ല സന്തോഷമുള്ള നിമിഷമാണ്. അവർ എൻ്റെ ഗ്രാൻഡ് പേനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു 4-5 വരി എഴുതിയിട്ട് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ദീസ് ആർ ദി ഈവൻറ്റ്സ് ഫ്രം ദി പോം മദർ ആൻഡ് ദ മൗസ്. ഈ പോം ഉള്ള കുറച്ച് ചിത്രങ്ങളാണ്. റൈറ്റ് എ ഷോർട്ട് സ്റ്റോറി ബേസ്ഡ് ഓൺ ദി ഗിവൺ പിക്ചേഴ്സ്. ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കുറേ സ്റ്റോറീസൊക്കെ വായിച്ചിട്ടുണ്ടാവും. സ്റ്റോറി എഴുതുന്ന സമയത്ത് പാസ്റ്റ് ടെൻസാണ് നമ്മൾ കുറേ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത് അത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഈ മദറും മൗസും. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുക. ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്, മൂന്നാമത്തെ ചിത്രം, നാലാമത്തെ ചിത്രം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് യോജിപ്പിക്കാം. എന്നിട്ട് നല്ലൊരു അടിപൊളി ഷോർട്ട് സ്റ്റോറി ചെയ്താൽ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.